കുറെ കൂടി ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. എനിക്ക് എൻ്റെതായ 3 രൂപയിൽ ഒരു മാസം തള്ളി നീക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അന്ന് പൈസ ഇല്ല. അപ്പം നമ്മളിങ്ങനെ ചില്ലറൊക്കെ എണ്ണിപ്പറക്കി നോക്കുമ്പോൾ 10-23 രൂപയുണ്ട്. അപ്പം പേടിയാണ്, ദൈവമേ കൊച്ചിന് അസുഖമൊന്നും വരാതിരുന്നാൽ മതി. ഈ ബ്ലാക്ക് കീസ് എന്നുള്ള പേരൊരു സഹതാപത്തിന് വേണ്ടി ഇട്ടതല്ല. നമുക്ക് ആ നിറം ഇഷ്ടമാണ്. അപ്പം നമുക്കിഷ്ടമുള്ള നമ്മുടെ കുഞ്ഞിന് നമുക്കിഷ്ടമുള്ള പേരല്ലേ ഇടുന്നത്. ഇവിടെ ഒരു പാർട്ടിനെ ഞങ്ങൾക്കിഷ്ടമുള്ള അത് പ്രൗഡായിട്ട് കാണേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടൊരു പേരാണ്. 40 വയസ്സ് കഴിഞ്ഞ 2 ഡസ്കി ടോണിലുള്ള സ്ത്രീകളുടെ ആഘോഷം. അതാണ് ബ്ലാക്ക് കീസ്. ടീച്ചർ ഇങ്ങനെ പിള്ളേരെ നിർത്തിയിരുന്നു, അയാളെ മാറ്റിയേക്കൂ, മേക്കപ്പ് ചെയ്യുമ്പോൾ വല്ലാതെ ഇരിക്കും, മാറ്റിയേക്കൂ എന്ന് പറഞ്ഞ് ഇതിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പം ഞാൻ എന്നെ തന്നെ വിചാരിക്കും, എന്ത് രസമാണ്, എന്തൊരു സുന്ദരിയാണ് ഞാൻ. മോൻ ഇങ്ങനെ ഒരു സമൂഹത്തിലോട്ട് ചെന്ന് വീഴുമല്ലോ, അവൻ എങ്ങനെ ഇത് സർവൈവ് ചെയ്യും എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും അവൻ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. എനിക്ക് കാരണം കുറേ സങ്കടപ്പെട്ടതാ, ഇനി വേണ്ട. പുള്ളിക്കാരൻ എന്നോട് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഈ ട്രൈബ്സ് ആയിട്ടുള്ള അമ്മമാര് അവരവിടെ ഇരുന്ന് സ്വർണം അരിച്ചെടുക്കുന്ന ആൾക്കാരാണ്. ഒരു സ്വർണത്തിന്റെ മൂക്കുത്തി തുണ്ട് പോലും അവരുടെ മൂക്കിലില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ അമ്മമാരെ കണ്ടപ്പോൾ. ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു ഷോയിലേക്ക് വരാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ലൈഫിന്റെ വേറൊരു മുഖം നമ്മൾ കാണുകയാണല്ലേ, അന്നേരം മഞ്ജുവിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? അന്നേരം പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നില്ല. ദേ ഞാൻ ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നു, ഇങ്ങനെയൊക്കെ വന്നു, കുറച്ച് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്തപ്പോൾ ദേ എനിക്ക് വേറെ ഈ പറയുന്ന ലൈഫിന്റെ അതായത് ആ ഒരു 4-5 ദിവസം ഭയങ്കര കളർഫുള്ളായിട്ട് പോകും. ഷൂട്ട് തീരാറാകുമ്പോൾ പിന്നെയും ടെൻഷനാണ്, തിരിച്ച് വീണ്ടും വീട്ടിൽ വരണ്ടേ, വീണ്ടും പഴയതുപോലെ ടെൻഷൻ പിടിച്ച ജീവിതം, വാടക കൊടുക്കണം. അതൊന്നും നമുക്ക് വരുമാനം ഇല്ലല്ലോ. ഇതിനകത്ത് പോകണമെന്നുള്ളതല്ല, നമ്മുടെ കയ്യിലെ പൈസ കൊടുത്ത് നമ്മൾ ഡ്രസ്സ് എടുക്കണം, അങ്ങനെ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഏർണിങ് നമുക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ടെൻഷനും ആദ്യം പേടിയൊക്കെയാണ്. എന്നാലും ആ കുറച്ച് ദിവസം നമുക്കിങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരു വളപ്പൊട്ട് കിട്ടുമ്പോൾ അതിനെടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന പണ്ടത്തെ ഒരു ജീവിതം ഇല്ലേ, അതുപോലെ ആ ഒരു 4-5 ദിവസം, ഒരു മാസത്തെ ഏറ്റവും മനോഹരമായ കുറേ ദിവസങ്ങൾ, തമാശയും കളിയും ചിരിയും അങ്ങനെ. പക്ഷേ ഭയം അപ്പോഴും ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനൊന്നും മാറ്റം വരുത്താനായിട്ട് അതിനൊന്നും സാധിച്ചില്ല. ഒരിക്കലും ഈ ഒരു ഷോ തീരല്ലേ എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ അന്നേരം ആലോചിച്ചിട്ടുണ്ടാവും. ഷോ തീരാനൊക്കെ ആകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു നമുക്ക്. അവിടെയുള്ള ആരും ഇങ്ങനെ പ്രൈസ് മണി, 1-ാം സ്ഥാനം 2-ാം സ്ഥാനം അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ, ഒരു കണ്ടസ്റ്റൻറ്റും. എല്ലാവരും അയ്യോ എന്തൊരു എല്ലാവരും ഇതേപോലെ വീട്ടിൽ അടുക്കളയിൽ നിന്ന പെണ്ണുങ്ങളല്ലേ, അപ്പം അവർക്കൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടിയ സമയമായിരുന്നു. അതുവരെ അതിന് മുൻപത്തെ സീസണും അതുമല്ലാതെ അതുവരെ അങ്ങനെ ഒരു റിയാലിറ്റി ഷോ വന്നിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ആ ഒരു ടൈമിൽ നമ്മൾ പുതിയ പുതിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു, ആണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പൊ അതെ ഒക്കെ എന്താ പറയാ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാധനം തീരല്ലേ ഇനിയും പോണേ എന്ന് വിചാരിച്ച് നിന്ന കുറേ നല്ല നിമിഷങ്ങൾ അല്ലേ. ഇതിനിടയിലുമാണ് ഞാൻ വായിച്ചിട്ടുണ്ട്, മഞ്ജു ഒരു മാസം തള്ളി നീക്കാൻ 23 രൂപയിൽ ഒരു മാസം തള്ളി നീക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അത് എന്താന്ന് വെച്ചാൽ അന്ന് പൈസ ഇല്ല. അപ്പം നമ്മളിങ്ങനെ ചില്ലറൊക്കെ എണ്ണിപ്പറക്കി നോക്കുമ്പോൾ 10-23 രൂപയുണ്ട്. അപ്പം പേടിയാണ്, ദൈവമേ കൊച്ചിന് അസുഖമൊന്നും വരാതിരുന്നാൽ മതി, ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അരി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മാസം എന്ത് ചെയ്യും എന്നുള്ള പേടിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് ജീവിക്കാൻ പൈസ വേണം. ഇങ്ങനെ ഭയപ്പെട്ട് സ്നേഹം 2 പേർക്ക് സ്നേഹമുള്ളതുകൊണ്ട് കാര്യമുണ്ടോ? കൊച്ചിന് അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ, അതിന് പൈസ വേണ്ടേ? അതിന് നമ്മൾ അധ്വാനിക്കുക അല്ലാതെ വേറെ ഒരു വഴിയില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ ഒരാൾ പെട്ടെന്ന് വീട്ടിൽ വന്നു കയറി എന്ത് ചെയ്യും? ഒരു ഗസ്റ്റ് വീട്ടിൽ വന്ന് എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ജീവിക്കണ്ട ഇവിടെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പല ജോലികളും ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ ജോലികളൊന്നും ചെയ്തപ്പോഴും കടങ്ങളിലേക്കൊന്നും എത്തിയില്ല, വീട്ടാൻ പറ്റിയില്ല. അങ്ങനെ എത്തുന്ന തരത്തിലുള്ള ഒരു കടമായിരുന്നില്ല, വലിയൊരു കടമായിരുന്നു. വലിയ കടങ്ങൾ. ബൾക്കായിട്ടൊരു എമൗണ്ട് വരുമ്പോൾ മാത്രമാണ് ആ കടങ്ങളെല്ലാം പിന്നീട് വീട്ടി എല്ലാം തീർത്തു. തീർത്തു.
സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത് മഞ്ജുവിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഉം. 13 വീടുകളോളം മാറി. വാടകയ്ക്ക് മാറി മാറി ഉം. താമസിച്ചിട്ടുണ്ട് അല്ലേ? ഉം. അത് ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയണത് ഏകദേശം ഓരോ വീട്ടിലും ഇപ്പൊ എത്ര നാളായിരിക്കും താമസിക്കുന്നുണ്ടാവുക? 1 വർഷം 1.5 വർഷമൊക്കെ അല്ലേ താമസിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ അവിടുന്ന് കൂടും കുടുക്കി എടുത്ത് വേറെ സ്ഥലത്തോട്ട് പോരാ. അപ്പം എന്താണെന്ന് നമുക്കൊരു സ്ഥിരം അഡ്രസ്സ് ഇല്ലാതെ പോകും. ഉം. നമ്മളെ കാണുന്നവർ ചിലപ്പോൾ ഒന്നും വിചാരിച്ചിട്ടായിരിക്കും ഇപ്പം എവിടെയാണ് താമസിക്കണേ എന്ന് ചോദിക്കുമ്പോൾ പോലും നമുക്കതൊരു ഭയങ്കര വേദന ഉണ്ടാക്കും. ഉം. അപ്പം നമ്മളത് മനഃപൂർവ്വം ചോദിച്ചതായിരിക്കുമോ, നമുക്ക് വീടില്ലാത്തതുകൊണ്ട് ചോദിച്ചതായിരിക്കുമോ. എൻ്റെ അമ്മച്ചി വളരെ വിഷമിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ ഒരു ഫ്രണ്ടായിട്ട് ചോദിച്ചു, അവളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവളിങ്ങനെ കോട്ടയത്ത്, ആ അവളിങ്ങനെ പൂച്ച ഇല്ലം മാറണ പോലെ മാറിക്കൊണ്ടിരിക്കുവാണല്ലേ എന്ന് വളരെ സഹതാപത്തിൽ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചിക്ക് അത് ഭയങ്കര വേദന ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അങ്ങനെ പലയിടത്തുനിന്നും ഇങ്ങനെ വീട് വെച്ചില്ലേ ഇതുവരെ, സിനിമയിലൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് വീടായില്ലേ, ഉം. അങ്ങനെയൊക്കെ ഇങ്ങനെ പലരും ശരിക്കും ആ ചോദ്യങ്ങൾ ഒന്നിനു വേണ്ടിയിട്ട് ചോദിക്കണമല്ല, അവർക്കൊരു സുഖത്തിന് വേണ്ടി ചോദിക്കണതായിരിക്കും. ആ, ആ, നമ്മളുടെ മലയാളികൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറണം എന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ആ വീട് വെച്ചു. ഉം. ആ, എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും ലോണൊക്കെ എടുത്ത് ഞാൻ വീട് വെച്ചു. ഇപ്പം ഞാൻ ഓർക്കണു ഈ ആളുകളെ പേടിച്ച് ഞാൻ ആ വീട് വെക്കണ്ടായിരുന്നു എന്ന്. കാരണം ആ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾ ആരും ഇല്ല. അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് അവിടെ കിടക്കുവാണ്. ആ വീട് കിഴക്കമ്പലത്താണോ? ആ വീട് വലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എവിടെയാ അത്? അത് കിഴക്കമ്പലത്ത് നിന്ന് മൂവാറ്റുപുഴ റൂട്ടിൽ ഓ, ഓക്കെ. റോഡ് സൈഡിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ഇങ്ങനെ എന്നോടിപ്പോൾ ആളുകൾ ഇങ്ങനെ പറയാം. അപ്പം ഞാൻ ഇതെൻ്റെ ദൗത്യമായിട്ട് വിചാരിക്കും. എന്നോടിങ്ങനെ പറയും വീടില്ലടോ എന്നൊക്കെ പറയും ഒന്നും പേടിക്കേണ്ട, വീട് അത്യാവശ്യമൊന്നുമല്ല. വീട് അത്ര നിങ്ങൾ ഈ ആളുകൾ പറയണ പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. എൻ്റെ 43-ാമത്തെ വയസ്സിലാണ് എനിക്കൊരു വീടായത്. നിങ്ങൾക്ക് സമയമുണ്ട്, സമയമില്ലെങ്കിലും പേടിക്കണ്ട. കാരണം ഞാൻ ആ വീട് അത്രയും പൈസ മുടക്കിയൊരു വീട് വെച്ചിട്ട് വാടകയും കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. അത് അടച്ചവിടെ ഇട്ടിരിക്കുന്നു. മാസത്തിൽ 1-2 ദിവസം ഇനി എന്ത് ചെയ്യും, ഞാനത് വിൽക്കും. എന്നിട്ട് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു സ്ഥലം, ഒരു കുഞ്ഞു വീട് മതി നമുക്ക് ജീവിക്കാൻ. ഇതൊക്കെ നമുക്ക് അനുഭവത്തിൽ നിന്നല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷമങ്ങൾ കേട്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് എനിക്കൊരു വീട് വേണം. ഇപ്പോൾ നമുക്കൊരു അഡ്രസ്സ് ഉണ്ട്, ഞാൻ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വീടില്ലേ എന്ന് ചോദിച്ച് ഇങ്ങനെ വേദനിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ വേദനിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞ ആളുകൾ. അത് അത്ര വേദനിക്കേണ്ട, വീടില്ലാത്തൊരു മഹാസംഭവമൊന്നുമല്ല. വലിയ മഹാ കുറ്റമോ ഒരു കുറവായിട്ടാണ് നമ്മുടെ സമൂഹം അതിനെ കാണുന്നത്. അങ്ങനെയല്ല. സ്വന്തമായിട്ട് വീടില്ലെങ്കിൽ, സ്വന്തമായിട്ട് ജോലിയില്ലെങ്കിൽ, സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ, ഒരു വണ്ടി ഇല്ലെങ്കിൽ, ഇതൊക്കെ വണ്ടിയൊക്കെ ഇല്ലെങ്കിൽ എന്തോ ഇത് വണ്ടി അവർക്ക് ഉണ്ടാവില്ല, എന്നാലും നമുക്ക് വണ്ടി ഇല്ലാത്തവർക്ക് പ്രശ്നമായിരിക്കും. വണ്ടി ഇതുവരെ മേടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. ഒരു ഒക്കെ ചേർക്കും അതിൻ്റെ മുമ്പിൽ. എന്തിനാണാവോ? നമുക്ക് എന്ന് ഇതിനൊക്കെ കഴിവുണ്ടാവണോ അന്ന് ചെയ്താൽ മതി. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഒന്നും ചെയ്യണ്ട. അങ്ങനെ വീടിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു ചാടിയ ഒരാളാണ് ഞാൻ. അത് അസറ്റാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാനെടുത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ, ഞാൻ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ, അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു. എനിക്ക് വേറൊരു ബിസിനസ് തുടങ്ങായിരുന്നു. പക്ഷേ ഞാനൊരു ബൾക്ക് എമൗണ്ട് ഒരു ഡെഡ് ഇൻവെസ്റ്റ് ആയിട്ട് അവിടെ ഇട്ടിരിക്കുവാണ്. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ അതിൻ്റെ പലിശ കൊടുക്കണം, മന്ത്ലി ഇത് അടയ്ക്കണ്ടേ, EMI അടയ്ക്കണ്ടേ. അപ്പം അങ്ങനെ ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ ഹൗസ് വാമിങ്ങും യൂട്യൂബിലൊക്കെ ഭയങ്കര കൊട്ടിഘോഷിച്ചായിരുന്നു. ഇതിലൊന്നും കാര്യമൊന്നുമില്ല സത്യത്തിൽ. പലതും നമ്മുടെ സ്വന്തം അനുഭവത്തിലൂടെയാണ് നമ്മൾ പല തിരിച്ചറിവുകളും എടുത്തുചാട്ടങ്ങൾ പലതും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക. ആളുകളെ കുറ്റം പറയും, തെറിവിളിക്കും, അതൊന്നും നമ്മളെ ബാധിക്കില്ല. ഈ വെറുതെയല്ല ഭാര്യയിൽ നിന്നും കിട്ടിയ ഒരു സുഹൃത്താണ് സിമി എന്ന് പറഞ്ഞു. അങ്ങനെ സിമി മഞ്ജുവും ചേർന്നിട്ടാണ് ബ്ലാക്ക് കീസ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ആ പേര് തന്നെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് നമുക്ക് ഈ പേര് തന്നെ ഫിക്സ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാ? ഞങ്ങൾ രണ്ടുപേരും കറുമ്പികൾ എന്ന് പറഞ്ഞ വിളി കുറേ കേട്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും എന്നെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിലേക്കുള്ള സമയത്തേ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിന് പോകുമ്പോൾ അന്നൊക്കെ അങ്ങനെയുള്ള സ്ഥലത്താണല്ലോ കൂടുതൽ അങ്ങനെ കുറേ ആളുകളെ കാണുന്നത്. അല്ലെങ്കിൽ വെക്കേഷന് അമ്മച്ചിയുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ എന്നെ കുഞ്ഞിലെ കറുമ്പിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ വിളി കേട്ട് ആ നിറത്തിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ വളർന്നു കഴിഞ്ഞപ്പോൾ ഒക്കെ മനസ്സിലായി, ഇല്ല, ഞാൻ സുന്ദരിയാണ്,
എനിക്ക് പിന്നെ കുറേ കൂടി ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. എനിക്ക് എൻ്റേതായ സൗന്ദര്യം ഉണ്ടെന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് കുറേ പിള്ളേരിങ്ങനെ നമ്മളെയൊക്കെ ഇങ്ങനെ എന്നെ ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ കാണാം. ഏതെങ്കിലും പെൺപിള്ളേരൊക്കെ മെസ്സേജ് അയക്കും, ചേച്ചി എന്ത് ചെയ്യും ചേച്ചി, ഞാൻ അങ്ങനെ ഡാർക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിഷമിക്കുന്ന പിള്ളേരെയൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർക്കും കൂടിയൊക്കെ മനസ്സിലാവാൻ ഈ ബ്ലാക്ക് കീസ് എന്നുള്ള പേരൊരു സഹതാപത്തിന് വേണ്ടി ഇട്ടതല്ല. നമുക്ക് ആ നിറം ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കുഞ്ഞിന് നമുക്ക് ഇഷ്ടമുള്ള പേരല്ലേ ഇടുന്നത്, അല്ലേ? അല്ലാതെ നമുക്ക് സഹതാപത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു പാർട്ടിനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അത് പ്രൗഡായിട്ട് കാണേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടൊരു പേരാണ്. 40 വയസ്സ് കഴിഞ്ഞ 2 ഡസ്കി ടോണിലുള്ള സ്ത്രീകളുടെ ആഘോഷം. അതാണ് ബ്ലാക്ക് കീസ്. ബ്ലാക്ക് കീസ്. പക്ഷെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ, ഞാൻ കണ്ട അന്ന് മുതലേ ഇതിന് ഭയങ്കര ചന്തമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മുഖവും ഇഷ്ടമുള്ള ഒരാളുമാണ് മഞ്ജു. എനിക്ക് ചിലരെ കാണുമ്പം എനിക്ക് പേഴ്സണലി ഒന്നും അറിയില്ല, പക്ഷെ ചിലരെ നമ്മൾ വല്ലാണ്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. അവരുടെ സ്ക്രീനിൽ അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളായിക്കോട്ടെ, അവർ ചെയ്യുന്നതൊക്കെ ആയിക്കോട്ടെ, അതിലൂടെയൊക്കെ ആയിരിക്കും നമുക്ക് എന്തോ ഇഷ്ടം. എനിക്ക് അന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ മുതൽ കൊള്ളാലോ, അങ്ങനെ ഒരു ഇഷ്ടം തോന്നും. പിന്നെ വളരെ നാച്ചുറൽ ആയിട്ട് എല്ലാം ചെയ്യുന്നു, എല്ലാം ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്തെന്നൊക്കെ പറഞ്ഞാലും കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു നിറത്തിന്റെ കാര്യത്തിൽ അപ്പൊ പലപ്പോഴും പലയിടത്തുനിന്നും റിജക്ട് ചെയ്യുക. റിജക്ഷൻ അല്ല, അങ്ങനെ അങ്ങനെ പക്ഷേ സിമീനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവൾ വളരെ വേദനയോടെ ഇപ്പോഴും പറഞ്ഞു കേൾക്കാം. അവളെ ഡാൻസ് അവളെ ഇങ്ങനെ സ്കൂളിൽ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം മേക്കപ്പ് ചെയ്യണമല്ലോ. അപ്പം ടീച്ചർ ഇങ്ങനെ പിള്ളേരെ നിർത്തിയിരുന്നോ, അയാളെ മാറ്റിയേക്കൂ, മേക്കപ്പ് ചെയ്യുമ്പോൾ വല്ലാതെ ഇരിക്കും, മാറ്റിയേക്കൂ എന്ന് പറഞ്ഞ് സിമീന ഡാൻസിൽ നിന്ന് മാറ്റിയത് അവളിപ്പോഴും ഭയങ്കര വേദനയോടുകൂടി പറഞ്ഞ് ഏതോ വിവരമില്ലാത്ത ടീച്ചർ ചെയ്തതായിരിക്കും. അപ്പോൾ എനിക്കങ്ങനെ മാറ്റി നിർത്തപ്പെടലുകളല്ല, പക്ഷേ എന്നെ കാണുന്നവരുടെയൊക്കെ കണ്ണിൽ അയ്യോ കറുത്ത് പോയി ഇതിൻ്റെ സഹതാപത്തിൽ അവരെന്നെ നോക്കണത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ട്. പിന്നെ ചിലരുടെ തമാശകൾ കറമ്പി എന്ന് വിളിക്കുമ്പോൾ അവർ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണോ ഇനി അവരുടെ സുഖത്തിന് വേണ്ടി വിളിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഞാൻ കുഞ്ഞല്ലേ. പക്ഷെ അപ്പോഴൊക്കെ എനിക്കത് ഉള്ളിൽ എന്നെ അത് വല്ലാതെ ബാധിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു, തടിയാന്ന് വിളിച്ച ഒരു പയ്യനെ അവൻ 2 പേരെ അവൻ്റെ 2 സുഹൃത്തുക്കളെ വെടിവെച്ചു എന്ന് പറഞ്ഞ് കേട്ടു. എനിക്ക് ചെയ്തത് തെറ്റോ ശരിയോ എന്നല്ല, എനിക്ക് അയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, വെടിവെച്ച ആളുടെ ഭാഗത്തു നിന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇത് പറയുന്നവൻ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു പോകും. ഇത് കൊള്ളുന്ന നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇത് നമ്മുടെ മനസ്സിൽ ഏറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഒരാളല്ല നമ്മളോടിത് പറയുന്നത്. ഒരു ദിവസം ഇതെല്ലാം കൂടി പൊട്ടിത്തെറിക്കും. അങ്ങനെ വെച്ച വെടിയത്. അല്ല, അപ്പം ഈ മഞ്ജു ആണെങ്കിലും ഈ പറയുന്ന പോലെ വണ്ണത്തിന്റെ കാര്യത്തിൽ ബോഡി ഷേമിങ് ഒരുപാട് അല്ലേ, വണ്ണം വെച്ചു, ഇതെന്ത് രൂപമാണ്, എന്തിതാണ് ഇങ്ങനെ നിൽക്കുന്നു, നിറത്തിന്റെ കാര്യത്തിലും ഇതൊക്കെ ഇങ്ങനെ കുത്തുവാൾക്ക് കേൾക്കുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കി നിന്നിട്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ പഴിചാരി. അതൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കണ്ണാടി കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇപ്പൊ എനിക്ക് ഇഷ്ടമാ, ഞാൻ വളരെ ആസ്വദിച്ചത് കണ്ടോ. ഇന്നിപ്പോ എനിക്ക് ഇതിട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ എന്നെ തന്നെ വിചാരിക്കും, എന്ത് രസമാണ് കാണാൻ, എന്തൊരു സുന്ദരിയാ ഞാനിടയ്ക്ക് എന്റെ വീട്ടിലൊക്കെ പറയും എന്ത് സുന്ദരിയല്ലേ ഞാൻ. പമ്മിച്ചിരുന്ന് ചിരിക്കും, നിനക്ക് ഭ്രാന്താണോ. ഇപ്പൊ എനിക്ക് ഒരു റിഗ്രഷനും ഇല്ല കേട്ടോ. ഇതൊക്കെ വിവരമില്ലാതിരുന്ന സമയത്ത് ഇതിനെങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് നമുക്ക് നമ്മളെ അറിയാൻ പറ്റാത്ത സമയത്ത് ചിന്തിക്കുന്നതാണ്. എല്ലാവരും ആ സ്പേസിലൂടെ കടന്നു പോകും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അതിനെ അപേക്ഷിച്ച് സൂപ്പറാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ആക്ച്വലി നല്ലതാ. ഇച്ചിരി ഇതൊക്കെ ഒന്ന് കുറച്ചാൽ മതി എന്ന് എനിക്ക് അഭിപ്രായമുള്ളൂ. നല്ല പിള്ളേരാ. ഇപ്പോൾ എൻ്റെ മോനെന്ന് ഒരാളുടെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ അതിനെ കൗതുകത്തോടെ കേട്ടിരിക്കുന്നോ അവർക്ക് അതിനൊന്നും സമയമില്ല. അവർക്ക് ഒരാളുടെ കുറ്റം കേൾക്കാൻ ഇഷ്ടമില്ല, ഒരാളുടെ കുറ്റം പറയാൻ അതിനൊന്നും സമയമില്ല. പിള്ളേരെങ്ങനെയാണോ മറ്റുള്ളവർ അവരെ അങ്ങനെ തന്നെ അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്യാണ്. അവർക്ക് ഒരാളെ കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കാനുള്ള മര്യാദയുണ്ട്. നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്ത് പറയും, കറുത്തോ, തടിച്ചോ, വണ്ണം വെച്ചല്ലോ, അല്ലെങ്കിൽ മെലിഞ്ഞല്ലോ, പേര് കൊണ്ടോ, ഇങ്ങനെയാണ് ഒരാൾ സുഖമാണോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സുഖമല്ലടാ എന്ന് ചോദിക്കാനുള്ള പാകതയിലേക്ക് ആ തലമുറ വളർന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലമുറയിലുള്ളവർ കണ്ടുപഠിക്കണം. എനിക്ക് അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്.
നല്ല പിള്ളേരാ. ആ, അതെ. നല്ല പിള്ളേരാ. നല്ല ആ ഒരു മര്യാദയുള്ള കുട്ടികളാ. അത് ഇങ്ങനത്തെ ഒരു ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ അവർ മറ്റുള്ളവരെ ശരിക്കും റെസ്പെക്ട് ചെയ്യും. റെസ്പെക്ട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്. എന്താണോ ആ, അവരെ അങ്ങനെ തന്നെ അവരെടുക്കാൻ എടുക്കാണ്. അവർക്ക് അവരുടെ കുറവുകളോ ഉം, പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഞാൻ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത്. ഉം, എൻ്റെ മോൻ ഇങ്ങനൊരു സമൂഹത്തിലോട്ട് ചെന്ന് വീഴുമല്ലോ, ഉം. അവൻ എങ്ങനെ ഇത് സർവൈവ് ചെയ്യും എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അവൻ്റെ കാര്യത്തിൽ. മോന് എന്തെങ്കിലും ഇങ്ങനെ മറ്റുള്ളവർ കളിയാക്കലോ മോനും അത് ഫേസ് ചെയ്യേണ്ടി ഇല്ല, വന്നിട്ടുണ്ടോ? കുഞ്ഞിലെ എന്നോട് ഇങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ സംസാരിച്ചു, അതിന് മറുപടി ഞാൻ അപ്പം തന്നെ കൊടുക്കും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ അപ്പം തന്നെ അതിന് മറുപടി പറയും. ഓ, മോൻ അതൊന്നും ഫേസ് ചെയ്യേണ്ടി ഇല്ല വന്നിട്ടില്ല. ഇല്ല അവനെ ഇല്ല. ആരും കളിയാക്കുവോ ഒന്നും അല്ല, പറയുമോ? അവൻ്റെ ഒരു സർക്കിൾ അങ്ങനത്തെ അല്ല. അവർ ഭയങ്കര എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പിള്ളേരാണ്. അവൻ്റെ ടീച്ചേഴ്സിന് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും അവൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, അവൻ നല്ല കുഞ്ഞാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ എന്ന് പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് കേൾക്കുന്നത്. അവന് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. അവന് സ്കൂളിൽ പോകാനായിരുന്നു ഇഷ്ടം. അവന് സ്കൂൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഉം. ഇപ്പോ മോൻ ഇപ്പോൾ നഴ്സിങ്ങിന് നഴ്സിങ്ങിന് അഡ്മിഷൻ എടുത്തു. എടുത്തു. ഉം. ഓക്കെ. അവനായിട്ട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത ഒരു പ്രൊഫഷൻ ആണോ? അവനെ സംബന്ധിച്ച് അവന് പെട്ടെന്നൊന്ന് സെറ്റിൽ ആവണം, ഉം, അമ്മേനെ ഒന്ന് ഫ്രീ ആക്കണം ഉം. എന്നൊക്കെ അവന് ആഗ്രഹമുണ്ട്. അപ്പൊ അവൻ വെളിനാടാണോ മനസ്സിൽ കാണുന്നത്? ആയിരിക്കും, അവന് പുറത്തോട്ട് പോകണം, ആണ് അവിടെ സെറ്റിൽ ആവണം എന്നൊക്കെയാണ് ആഗ്രഹം. ആഗ്രഹം. ഉം. അതൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ എത്രയും പെട്ടെന്ന് അമ്മേനെ സെറ്റിലാക്കി. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഒന്നും ഇനി ഇരിക്കാൻ പറ്റൂല. അമ്മ ഈ ലൈഫ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് രണ്ട് കാലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. ചെയ്തോണ്ടേയിരിക്കും. എനിക്ക് കാരണം കുറേ സങ്കടപ്പെട്ടതാ. ഇനി വേണ്ട. പുള്ളിക്കാരൻ എന്നോട് അങ്ങനെയാ പറഞ്ഞിരിക്കട്ടെ. അതെ അതെ. പക്ഷെ ഈ ബ്ലാക്ക് കീസ് എന്ന് പറഞ്ഞ ആ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് മഞ്ജുവും സിമിയും ഓരോരോ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഓരോന്ന് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു ഒരുപാട് യാത്ര ചെയ്യും. അല്ലേ? എങ്ങനെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സ്പെഷ്യൽ ആക്കണം, ഇതിലേക്ക് നിങ്ങൾ ഒരുപാട് സമയം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പം അതിനുള്ളൊരു സമയമില്ല. അതിനകത്ത് അത്രയും മനോഹരമായിട്ട് നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും നല്ലൊരു ഓർമ്മ പറയാനുണ്ടാവും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ? ഓർമ്മയില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു ഒരുപാടുണ്ട്. ഒരുപാട് കാണാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണ്ണിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നത് നമ്മുടെ സ്വർണ്ണം ഒഴുകുന്ന നദിയുണ്ടല്ലോ, ചാലിയാർ പുഴ. അപ്പം ആ പുഴയിൽ സ്വർണ്ണം ഉണ്ടെന്നാണല്ലോ അവിടെ നിന്ന് ഇങ്ങനെ അരിച്ചെടുക്കും. അപ്പം അതുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോയി. അപ്പം ഈ പുഴ ഇങ്ങനെ ഒഴുകുവാണേ. അപ്പോൾ ഓരോ ഈ തുണിയും അതൊക്കെ കൊണ്ട് ഈ കമ്പിലൊക്കെ കുത്തി ഒരു ചെറിയ തണലിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു 3-4 എണ്ണം ഉണ്ടാവും അങ്ങനെ. അപ്പം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ട്രൈബ്സ് ആയിട്ടുള്ള അമ്മമാർ അവരവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പലകയിൽ ഈ മണ്ണെടുത്ത് ഇങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ച് രാവിലെ വരുന്നതാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഉച്ചയായി. അരിച്ചരിച്ചരിച്ചരിച്ചരിച്ച് അവരിങ്ങനെ സ്വർണ്ണം എടുക്കും അതിൽ നിന്ന്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. തരി എന്ന് പറഞ്ഞാൽ തരി. ഉച്ചയായപ്പോൾ അവരുടെ ഒരു സ്റ്റീലിൻ്റെ കോപ്പയിൽ ഒരു ഇച്ചിരി സ്വർണ്ണമുണ്ട്. അപ്പോൾ ആദ്യം അവരെന്നോട് സംസാരിച്ചൊന്നുമില്ല. അപ്പം മുറുക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ഇച്ചിരി മുറുക്കാൻ തരുമോ? ഇല്ല എന്ന് പറയും. എന്തിനാടോ, താടോ, ഇച്ചിരി താടോ, തല ഇറങ്ങും പെണ്ണേ, അത് സാരമില്ല ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞാൽ എന്നിട്ട് ഇച്ചിരിയൊക്കെ തരുള്ളൂ. കുശുമ്പ് കാണിച്ചിട്ട് ഇച്ചിരി തരുള്ളൂ. പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി. പക്ഷേ വളരെ സ്വർണം അരിച്ചെടുക്കുന്ന ആൾക്കാരാണ്. ഒരു സ്വർണത്തിൻ്റെ മൂക്കുത്തി തുണ്ട് പോലും അവരുടെ മൂക്കിലില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ അമ്മമാരെ കണ്ടപ്പോൾ. ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ കല്യാണം കഴിച്ച് ഉണ്ടായ നാൾ മുതൽ അമ്മയ്ക്കൊന്നും നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അത്രയും പ്രായമായി. പക്ഷേ അവർക്ക് ജീവിക്കാൻ ഇപ്പോഴൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു കാര്യമില്ലാതെ ഇരുന്ന് കരയുക. ഒന്നുമല്ല മഞ്ജു പറയുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാം. അവരുടെ എനിക്ക് ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ ആ സമയത്ത് വീട്ടിൽ കൊച്ചുമക്കളൊക്കെ അവളുടെ കരയും ചിരിയൊക്കെ കണ്ടിരിക്കുമ്പോൾ ആ അമ്മൂമ്മ അവിടെ ഇരുന്നിട്ട് ഇപ്പോഴും അത് ചെയ്തിട്ട് അവർക്ക് ജീവിക്കാനുള്ളത് ഒന്നും കിട്ടില്ല. അവർ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ 500 രൂപ ചിലപ്പോൾ തരും. കണക്ക് പോലും അറിയാത്ത പാവങ്ങളൊക്കെ അതെനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് മായാത്തൊരു കാഴ്ചയാണ്. അവരുടെ മുഖവും ചിരിയും അവർ തന്ന മുറുക്കാനൊക്കെ എനിക്കത് ഒരിക്കലും എൻ്റെ കണ്ണിൽ നിന്ന് മായൂല. അമ്മയെ അവരെ എവിടെ കൊണ്ട് ചെന്ന് അന്വേഷിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അവരാ മലയുടെ ഉള്ളിലെവിടെയോ ജീവിക്കുന്നവരാ. എനിക്കവരെ അറിയാനൊന്നും പാടില്ല. പക്ഷേ അത് എപ്പോഴും എൻ്റെ ഉള്ളിലിങ്ങനെ അവരുടെ മുഖം എപ്പോഴും ഉണ്ടാവും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ആ അമ്മൂമ്മ ഇങ്ങനെ കുന്തങ്കാലിലിരിക്കുന്നതും മുറുക്കാൻ അവരുടെ ചിരി. ഞാൻ ഇടയ്ക്ക് ആ വ്ളോഗ് എടുത്ത് കാണും അവരെ കാണാൻ തോന്നുമ്പോൾ. അതെൻ്റെ ഉള്ളിൽ നിന്ന് മായാത്തൊരു കാഴ്ചയാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. അതെ.
അല്ല അവരുടെ ആ ഒരു ഇത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നേരിട്ട് കാണുകയല്ലേ, അതുകൊണ്ടാണ് ഇത്രയും പെയിൻ വരുന്നത്. ആ ഒരു നമ്മൾ റിലേറ്റ് ചെയ്യും, നമ്മളൊരു സ്ത്രീയല്ലേ, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇവരുടെ ആ സാഹചര്യം. അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ കാണുന്ന മഞ്ജു ഒരു തുറന്ന പുസ്തകമാണ് അല്ലേ. ഞാൻ അങ്ങനെ വലിയ നുണയൊന്നും പറയാറില്ല. എനിക്ക് എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നതാ ഇഷ്ടം. നമുക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞേക്കാം. കാരണം എന്താണെന്നറിയാമോ, ഞാനിത് മറന്നു പോകുന്നോണ പറഞ്ഞ അടുത്ത ഇന്റർവ്യൂവിന് ഞാൻ വേറെ വല്ല കഥയായിരിക്കും പറയുന്നത്. അപ്പോൾ ഉള്ള സത്യം പറഞ്ഞാൽ പോലെ ഇത് കാണുമ്പോ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇവള് പറഞ്ഞോണ്ടിരിക്കും. അല്ല, അതുകൊണ്ട് ഞാൻ സത്യം പറയുള്ളൂ. മാത്രമേ പറയൂ. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഏത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയും. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഓ, ഇഷ്ടം പോലെ. മിക്കവാറും അമ്മിച്ചേ പോക്കണേ. ഇഷ്ടംപോലെ പറഞ്ഞത് തെറ്റിപ്പോകും. അമ്മിച്ചനോടല്ലേ നുണ പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെ ഡേറ്റിന്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോഴത്തേനും അത്യാവശ്യമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും നുണ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ചെറിയ നുണയൊക്കെ പറയും. എന്നിട്ട് പിറ്റേ ഷെഡ്യൂളൊക്കെ മറ്റേ ആ സംഭവം എന്താ, ഏത് സംഭവം, എൻ്റെ ദൈവമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇത് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടില്ല. ഞാൻ മറന്നു പോകും. ആണല്ലേ, അറിവ് ഭയങ്കര കൂടുതല. അതൊരു ഇത് ചില സമയത്ത് അനുഗ്രഹവുമാണ്, ചില സമയത്ത് ഇതിങ്ങനെ പ്രശ്നവുമാണ്. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാ ഒരു പിന്നെ ഇങ്ങനെ ഞാൻ ഞങ്ങൾ വീട്ടിലിങ്ങനെ 4 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോഴത്തേക്ക് ഈ സിമി വിളിക്കും, വടി വാടി വാടി നമുക്ക് എവിടെയും പോകാൻ. അപ്പം ഞാൻ പതുക്കെ എഴുന്നേക്കും, എവിടെ പോടി അമ്മച്ചി ഇങ്ങനെ ചോദിക്കും. അല്ല, ഇങ്ങനെ ഇതേപോലെ സിമിയുടെ ആരോ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് വീണു, അപ്പോൾ ഇച്ചിരി സീരിയസ് ആണെന്ന്, പോയി കണ്ടിട്ട് വരട്ടെ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. എന്നിട്ട് ഞാൻ അവളോട് പറയും, എടി ഇങ്ങനെയാട്ടോ പറഞ്ഞേക്കണേ, ഇനി എന്നൊന്ന് ഓർമ്മിപ്പിച്ചേക്കണേ എന്ന് പറയും. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇല്ല, എടി മറ്റേ അച്ഛയായിട്ട വണ്ടിയിൽ നിന്ന് വീണേക്കണത് ഓർക്കണേ, വണ്ടിയിൽ നിന്ന് വീണിട്ട് ഓർത്തോണം നീ എന്ന് പറയും. അങ്ങനെ എന്നെ അവള് ഓർപ്പിക്കാറ് പോലും ഉണ്ട്. ഞാൻ ചോദിക്കാം, എടി അന്ന് എന്താടി പറഞ്ഞത് ചോദിക്കും. വണ്ടിയിൽ നിന്ന് വീണ കാര്യമല്ലേ നീ പറഞ്ഞത്? ഇനി എഴുതി വെക്കണം, ഞാൻ അമ്മയോട് അന്ന് പറഞ്ഞ. ഇപ്പൊ അമ്മച്ചിക്കൊക്കെ അറിയാം നുണയം പറഞ്ഞു പോണാന്ന്. ഇന്നത് കാരണം സത്യം പറഞ്ഞു. ഷൂട്ടിന് പോവാന്ന്. അല്ല, ഇതൊക്കെ സത്യം പറയും, ഇതൊക്കെ അത്യാവശ്യമാണല്ലോ. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ വെറുതെ കറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്ന് ഞാൻ സത്യം പറയും സിമി, ഇന്ന് ഞാൻ നോണ പറയണില്ല, ഇന്ന് എന്തിനാ ഞാനിങ്ങനെ നോണ പറയുന്നത്, അടിയിന്ന് നീ സത്യം പറ. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു, ഇന്ന് ഞങ്ങള് എയർപോർട്ടിന്റെ അവിടെ രാത്രി കറങ്ങാൻ പോകുന്നുണ്ട്, ഇച്ചിരി വൈകിയേ വരുവുള്ളൂ. ആ ശരി, പക്ഷെ എന്തൊരു സുഖ, അതുകൊണ്ട് ടെൻഷനില്ല. മറ്റത് അമ്മിച്ച് വിളിക്കുമ്പോഴത്തേനും വണ്ടിയുടെ ഒച്ചേക്കുമ്പോ അല്ല അമ്മ അമ്മ അമ്മ. ഇപ്പോഴും അമ്മേനെ പേടിയുള്ള മോളാണോ? ആ, അമ്മിച്ചെന്നെ വഴക്കുറയും. ആ, എന്റെ അമ്മേ എന്തൊരു അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ എനിക്ക്. ആണോ? എന്തിനാ അടിക്കണേ? ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കും. അതുകൊണ്ടാ കയ്യിലിരിപ്പിന്റെ. എന്റെ പൊന്നെ, ഞങ്ങളുടെ അവിടെ ഒരു വലിയ ടാങ്ക് ഉണ്ട്, പൊയ്യക്കുന്നൻ ടാങ്ക് എന്നാ പേര്. ആരും അങ്ങോട്ടൊന്നും പോവില്ല. എന്നിട്ട് ഞാനും എൻ്റെ അനിയനും ഞങ്ങളുടെ അവിടുത്തെ കുറച്ച് തലതെറിച്ചതേപോലെ പിള്ളേരുണ്ട്, അതിന്റെ പൊക്കത്ത് കയറാൻ വേണ്ടി പോയി. എന്നിട്ട് ആൾക്കാർ ഞങ്ങളെ പിടിച്ചു നിർത്തി. പൊക്കത്ത് ഞാൻ പകുതി സ്റ്റെപ്പിൽ കയറിയിട്ട് ഇങ്ങനെ നിന്നു. എന്നിട്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ അമ്മയെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് എനിക്ക് ചെവി കൂടി മറ്റേ ഇങ്ങനെ പോകുമ്പോൾ ഒരൊച്ച, ട്രെയിൻ ഓടണ ഒച്ച അമ്മച്ചിനെ കാണുമ്പോ ചൂലൊക്കെ പിടിച്ചിങ്ങനെ നിപ്പുണ്ടാവും. അമ്മച്ചി വാടിയുടെ എനിക്കിപ്പോഴും പേടി അമ്മച്ചിനെ. ആണോ? അപ്പച്ചനെയോ? പപ്പ പാവാണ്, ഒന്നും ചെയ്യൂല. അപ്പൊ അമ്മച്ചി ഇങ്ങനെ അടിക്കുമ്പോഴും അപ്പച്ചൻ പറയില്ലേടി എന്തിനടി പിള്ളേരെ ഇങ്ങനെ അടിക്കുന്നത്? പിള്ളേർ അതുപോലെ കിട്ടുമായിരിക്കും. രാവിലെ ഞായറാഴ്ച ദിവസം അമ്മച്ചിക്ക് പള്ളിയിൽ പോകണമൊക്കെ ഭയങ്കര നിർബന്ധം. അമ്മച്ചിനെ പേടിച്ച മണ്ടൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മച്ചി കുളിക്കാൻ കയറുമ്പോൾ പറയേ, പിള്ളേരൊന്ന് വിളിച്ചേക്കിട്ടാ, റെഡി ആവാൻ പറയാന്ന് പറയും. പപ്പ വന്ന് വിളിക്കണ എങ്ങനെയാന്നാ, മഞ്ജു എഴുന്നേക്കുമോനെ എന്ന് പറയാം. അപ്പം ഞാൻ എഴുന്നേക്കൂലല്ലോ, എഴുന്നേക്കണില്ലടി, നല്ല ക്ഷീണം, അവള് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയുക. രാവിലെ പഠിക്കാൻ വിളിച്ചാൽ പപ്പ പറയും, എന്തിനാടി അവരെ വിളിക്കുന്നത്, അവരൊക്കെ പഠിച്ചോളൂ, നമ്മളെ വിളിക്കല്ലേ, പാവം ഉറങ്ങട്ടെ, അങ്ങനെ പറയുള്ളൂ. ഹോംവർക്ക് എഴുതി തരണോ, എല്ലാം ചെയ്തു തരും പപ്പ, എന്നെ അടിച്ചിട്ടേ ഇല്ല. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് അപ്പച്ചന് നിങ്ങളുടെ കാര്യം പറഞ്ഞ് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ടാവും. അയ്യോ, പപ്പ ഭയങ്കര പാവാ. അമ്മച്ചി നേരെ തിരിച്ചും, അമ്മച്ചി ഭദ്രകാളി. അയ്യോ കേക്കണ്ട, പാവം. അയ്യോ, ഭയങ്കര ഇതായിരുന്നു അമ്മച്ചി. ഇപ്പോഴും ഇത്രയും പ്രായമായിട്ടുള്ള ഒരാളെയും. അയ്യോ, എന്നാലും അമ്മച്ചി വഴക്കുറേ. അമ്മച്ചിക്ക് എപ്പോഴും പവർ, ഞങ്ങളുടെ വീട്ടിലെ പവർ അമ്മച്ചി ആർക്കും കൊടുത്തിട്ടില്ല. മഞ്ജു ഇത്ര വലുതായത് അമ്മച്ചി അറിഞ്ഞിട്ടില്ല. ആൾക്കാരുടെയൊക്കെ മുന്നിൽ വെച്ച് ഇപ്പോഴും പറയും, അങ്ങനെയൊക്കെ പറയും. ആണോ? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചും ചീത്ത പറയും? അമ്മച്ചിക്ക് അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട്
അതുകൊണ്ട് അമ്മച്ചിനോട് നുണ പറയും ഞാൻ. ഇത് കേട്ട എന്നെ കൊല്ലും. അമ്മച്ചീനെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന മോളാണ്. അതുകൊണ്ട് ഇനി മുതൽ അതുകൊണ്ട് പക്ഷെ ഞാൻ ബെർണാച്ചനോടെല്ലാം പറയും. അപ്പൊ ഞാൻ ബെർണാച്ചനോട് പറയും, ബെർണാച്ച അമ്മ ഇങ്ങനെ പോവാണ്, അമ്മച്ചിനോട് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറയും. ആ ശരി ശരി, ഞാൻ പോകുമ്പോഴും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അമ്മയും മോനും കൂടെ ഒരു ഡീലാക്കി. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ നിനച്ചിരിക്കാതെ മലയാള സിനിമയിൽ നിന്നും ഇങ്ങനെ ഫോൺ വന്നു. പല വെറുതെ ഭാര്യയിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സെലിബ്രിറ്റി ആയി. അത് കഴിഞ്ഞപ്പം മിനി സ്ക്രീനിലൂടെ അതും തൊട്ടതെല്ലാം പൊന്നാകുക എന്ന് പറയുന്നത് അതും വളരെ സൂപ്പർ ഹിറ്റായി. അല്ല, അത് കഴിഞ്ഞപ്പോഴത്തേക്കും മലയാള സിനിമ. അപ്പം ഇതൊന്നും അതിന് മുന്നത്തെ ജീവിതത്തിൽ ഇതൊന്നും മഞ്ജു വിചാരിച്ചിട്ടുമില്ല, സ്വപ്നം പോലും കണ്ടിട്ടില്ല. അല്ല, ഇങ്ങനത്തെ ഒരു ലൈഫിനെ കുറിച്ചൊന്നും ഒരു രീതിയിൽ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരാളായിരുന്നു. പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ താൻ വിചാരിക്കാത്ത ഇങ്ങനത്തെ ഓരോരോരോ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് മഞ്ജുവിൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ആ സിനിമയെന്നുള്ള വിളി വന്നപ്പോൾ മഞ്ജുവിൻ്റെ മനസ്സിൽ തോന്നിയത് അതെന്തായിരുന്നു? എത്രത്തോളം സന്തോഷമായിരുന്നു അത്? സിനിമയിൽ നിന്ന് എന്നെ ആദ്യം വിളിച്ചത് മറിമായത്തിൽ തന്നെ മണിയേട്ടനാണ്, മണിയേട്ടൻ പട്ടാമ്പി. അപ്പം ഇങ്ങനെ ഇരുന്നാ പറഞ്ഞത്, ഒരു സിനിമയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടെടി, നീ അതിനകത്ത് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ അങ്ങനെ ഇങ്ങനെ സിനിമയിൽ നിന്ന് പറയുമ്പോഴും ഞാനൊരു 5 നമ്പർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഒരു 5 സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമായിരിക്കും എന്നിങ്ങനെ വിചാരിക്കും. എനിക്ക് വളരെ കുഞ്ഞാഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. എനിക്ക് ഭയങ്കര അങ്ങനെ പ്രൊഫഷണലി അങ്ങ് പോകണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു 5 സിനിമയിൽ അഭിനയിക്കുമായിരിക്കും. കൊള്ളാം, അപ്പം സിനിമ നടി, ഓക്കെ, അത്ര. പക്ഷെ 5 എന്നുള്ളത് 10ആയി 15ആയി. അപ്പോഴൊക്കെ നമുക്കറിയാം ഇത്. എനിക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ വരുമ്പോഴും എനിക്കൊരു ഉൾഭയമുണ്ട് സത്യത്തിൽ. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റാത്തൊരു ഫീൽഡാണ് നമ്മുടെ. അതെ. അപ്പോൾ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രഭ തീരും, എനിക്കത് വ്യക്തമായിട്ടറിയാം. അപ്പം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ബെർണാച്ചനൊരു 5 വർഷം പഠിക്കണം, ആ 5 വർഷം എനിക്കൊരു സമയം തരണം എന്നുള്ളത് മാത്രമാണ്. ഇതെനിക്ക് ലൈഫ് ലോങ് ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഭയങ്കരമായിട്ട് സന്തോഷിക്കാനും നിൽക്കാറില്ല, ഭയങ്കരമായിട്ട് ദുഃഖിക്കാനും നിൽക്കാറില്ല. ഇതില്ലെങ്കിലും ഇനിയുള്ള മഞ്ജു പത്രോസ് ജീവിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, എനിക്ക് ആ ധൈര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് അല്ല ഞാൻ ഒന്നിലും. പക്ഷെ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നൊക്കെ നമുക്കിത് കിട്ടാക്കനിയല്ലേ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നെക്കാളും സന്തോഷം അമ്മച്ചിക്കും പപ്പയ്ക്കുമായിരുന്നു. അവരാണ് ഏറ്റവും സന്തോഷിക്കണേ. പ്രത്യേകിച്ച് അമ്മച്ചിയും പപ്പയും എന്ന് പറഞ്ഞാൽ പപ്പയും അമ്മച്ചിയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ച ആൾക്കാരാണ്. എൻ്റെ അമ്മച്ചിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കൂടി കഴിച്ചിട്ടുണ്ടാവില്ല, ഞങ്ങൾക്ക് തരാനേ നിന്നിട്ടുണ്ടാവുള്ളൂ. ഇപ്പം അമ്മച്ചി ഇത്ര ദേഷ്യക്കാരിയാന്നൊക്കെ പറഞ്ഞാലും മക്കളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മച്ചിക്ക് എല്ലാം. എന്നെ എൻ്റെ അനിയനെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മച്ചിക്ക് ജീവിതത്തിൽ എന്തും. ഇപ്പോഴും എൻ്റെ മോൻ എവിടെയെങ്കിലും ആണെങ്കിൽ അമ്മച്ചി 5 മണിക്ക് ചായ ഉണ്ടാക്കിയിട്ട് ഈ വിളിയാണ്, ചെറുക്കൻ എവിടെ പോയി കിടക്കണോ, വിശക്കണുണ്ടാവും എന്നുള്ള ചിന്തയാണ് അമ്മച്ചിക്ക്. അപ്പം അതുപോലെ സ്നേഹിച്ച അമ്മയാണ്. അപ്പോൾ അവർക്കായിരുന്നു ഏറ്റവും സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ പപ്പയ്ക്കൊക്കെ. എൻ്റെ പപ്പ എങ്ങനെയാണെന്ന് വെച്ചാൽ നവ്യ നായർ ഡാൻസ് കളിച്ചാലും പപ്പ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും, പക്ഷെ ഞാൻ ചെയ്യണതെല്ലാം സൂപ്പറായിരിക്കും. അങ്ങനെയാണ്. അങ്ങനത്തെ പപ്പയാ പപ്പയ്ക്ക്. ഞാൻ ഇപ്പം ഒരുപോലെ ഒരു സിനിമ കാണാൻ പോകുമ്പോഴത്തേനും എനിക്ക് ആ പെണ്ണ് ചെയ്തത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് ഇവളായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തേനെ എന്നൊക്കെ പറയാം. അങ്ങനെയാണ് പപ്പയ്ക്ക് എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു നടി. അതൊക്കെ വേറെ കാര്യം, അതൊക്കെ സംഗതിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പപ്പയ്ക്ക് അപ്പം അമ്മച്ചി പറയോ, നിങ്ങളുടെ മോള് മാത്രം എല്ലാം തന്നെ, എന്താടി അവൾക്കൊരു കുഴപ്പം, അവൾ എന്ത് രസമായിട്ട് അഭിനയിക്കണതാ, അതൊക്കെ ഒന്ന് കണ്ടു നോക്ക്, അതുപോലെ കാര്യം ചെയ്യുമോ എന്നൊക്കെ പറയാം അമ്മച്ചിനോട്. അങ്ങനെയാണ്. പപ്പയ്ക്കായിരുന്നു ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ സന്തോഷം കിട്ടുമ്പോഴും ഞാനിങ്ങനെ വന്ന് പറയും, ഇങ്ങനെ അവർ വിളിച്ചമ്മ ഇവരുടെ സന്തോഷം കാണാനോ, ആണോ ഒന്നും മിണ്ടാതിരിക്കും, ഒന്ന് കേൾക്കട്ടെ കഥ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇന്ന് പറയുമ്പോൾ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ ഇവർ രണ്ടുപേരും ഇരുന്ന് കേൾക്കും. എന്നിട്ട് എന്താ പറഞ്ഞേന്ന് ചോദിക്കുക. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവരെ സംബന്ധിച്ച്
ഏറ്റവും വലുതല്ലേ അവരുടെ ശരിക്കും. മക്കളെ ഇങ്ങനെ ആളുകൾ അംഗീകരിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതെ. ഭയങ്കര സന്തോഷമല്ലേ. ഇങ്ങനെ മഞ്ജു ഓരോന്നും ചെയ്യുമ്പോൾ വളരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും അല്ലേ? പക്ഷെ മഞ്ജുവിന്റെ തുടക്കം എന്ന് പറയുന്നത് മറിമായത്തിലൂടെ തന്നെയായിരുന്നു. അന്ന് ഫസ്റ്റ് മഞ്ജു എടുത്ത ആ ഷോട്ട് കണ്ടപ്പം അന്നത്തെ ആ ഡയറക്ടർ പറഞ്ഞു മഞ്ജുവിന്റെ അഭിനയം നന്നല്ല, കൊള്ളില്ല, ശരിയാവില്ല എന്ന് ഫസ്റ്റിലെ തന്നെ ഒരു റിജക്ഷൻ ആയിരുന്നു അന്ന്. അത് മഞ്ജുവിനെ ഭയങ്കരമായിട്ടും അന്ന് തളർത്തി കളഞ്ഞോ? അത് ഞാൻ ഓർക്കണില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പേടിച്ചു പോയി അത് കേട്ടപ്പോൾ. അതായത് എൻ്റെ ഇതെന്താണെന്നറിയോ, അവിടെ ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അവരവിടെ വെച്ചിട്ട് പോവാണ്. പിന്നെ ആരും ഇത് എടുക്കുന്നില്ല. ഞാനിത് കൈ കിട്ടുമ്പോഴൊക്കെ എടുത്ത് പഠിക്കുക. അങ്ങനെ ഞാൻ കാണാതെ പഠിച്ചിട്ട് നമുക്ക് ആകെ കിട്ടിയൊരു കച്ചിത്തുരുമ്പാണല്ലോ. ഒരു കാരണവശാലും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് സർവ്വദൈവങ്ങളെ വിളിച്ച് നന്നായി അങ്ങ് അഭിനയിച്ചു. അത് നല്ല ഓവറായിരുന്നു. അപ്പോഴാണ് സാറ് പറഞ്ഞത് ഇതൊന്നും ഇവിടെ വേണ്ട, നല്ല മോശമായിട്ടുണ്ട്, കൊള്ളൂല. അങ്ങനെ പറയുള്ളൂ സാർ, കൊള്ളൂല, ഒന്നും വേണ്ട, നോർമലി സംസാരിക്കുന്ന പോലെ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് ഈ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയെങ്കിൽ ഞാൻ പേടിച്ചു പോയേനെ. പക്ഷെ അപ്പൊ തന്നെ അത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി ഇങ്ങനെ വരികയാണല്ലോ. അപ്പോൾ അതല്ല എനിക്ക് വേണ്ടത്, ഇന്ന പോലെ സംസാരിക്കുന്ന നിങ്ങൾ അന്ന് ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് സംസാരിച്ചതുപോലെ അങ്ങനെ സംസാരിച്ചാൽ മതി, ഇത് തന്നെ പറയണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ധൈര്യം വന്നു. പിന്നെ ഉള്ളവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ വലിയൊരു പരാതി പറയുന്നത് മഞ്ജുവിനെ എപ്പോൾ വിളിച്ചാലും മഞ്ജു ഫോൺ എടുക്കില്ല, കിട്ടില്ല, തിരിച്ചു വിളിക്കില്ല. നമ്മുടെ അപ്പൂസൊക്കെ എപ്പോഴും എന്റെ പൊന്നു ചേച്ചി 2.5 കൊല്ലം ഫോൺ കണ്ടാൻ എടുക്കാറില്ല. അത് അറിഞ്ഞോണ്ടാണല്ലേ എടുക്കാത്തത്. അത് അറിഞ്ഞോണ്ടേ ഇത് ഓണാവാത്ത ഫോൺ. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം, എന്റെ വാട്സപ്പിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. വായിക്കാറില്ലേ? അതെന്താ പിന്നെ എന്തിനാ ഫോണിൽ വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഇത് എന്തേരെയാ? ഇതവസ്ഥ 2000 1900 ഇങ്ങനെ കിടക്കും. ഒന്നും ഞാൻ വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണേ. ഇത് കളയാനും തോന്നണില്ല, എടുക്കാനും തോന്നണില്ല. അല്ല ഇതെന്താ അന്നന്ന് തന്നെ നോക്കിക്കൂടെ രാത്രിക്കോ? എനിക്ക് ഇഷ്ടമല്ല നോക്കണത്. അല്ലെങ്കിൽ ഞാൻ നോക്കും, എങ്ങനെയാണെന്നറിയോ, ഇപ്പം കൊച്ചു വിളിക്കുവാണ്, വിളിച്ചിട്ട് പറയും ചേച്ചി ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് നോക്കണേന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ നോക്കും. ആ നമ്പർ അടിച്ചു നോക്കിയിട്ട് അത് മാത്രം നോക്കും. അല്ലാത്തവര് വിളിക്കുമ്പോ ഇതേപോലെ ഇതിനകത്ത് കുറെ മിസ് കോൾ വന്നിട്ടുണ്ട്. അപ്പൊ പറയണ്ട് 2.5 കൊല്ലമായിട്ട് മഞ്ജു ചേച്ചിനെ വിളിക്കുന്നുണ്ട്, മഞ്ജു ചേച്ചി എടുക്കുന്നില്ല. ഞാൻ തിരിച്ചു വിളിക്കൂല. കണ്ടോ ഇതുണ്ടോ നോക്കിയേ, എല്ലാം റെഡാണ്, എല്ലാം റെഡാണ്. അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ നല്ല പ്രൊജക്ടിന് വേണ്ടിട്ടൊക്കെ വിളിക്കുന്നെങ്കിലോ മിസ് ചെയ്യില്ലേ? അപ്പൊ എന്താ എടുക്കാത്തെ? എനിക്ക് എന്തോ എടുക്കാൻ തോന്നൂലെന്നേ. എടുക്കാൻ തോന്നൂല, അന്നേരം എനിക്ക് തിരക്കായിരിക്കും, പക്ഷെ എനിക്ക് തിരിച്ചു വിളിക്കാൻ തോന്നൂല. അതെന്താ? ഓപ്പർച്യൂണിറ്റീസ് അല്ലേ ചിലപ്പോ മിസ് ചെയ്യുന്നുണ്ടാവുക. ഒരു മാനേജറിനെ വെച്ചാലോ? അയ്യോ എന്റെ പിന്നെ വേണ്ട. ഇനിയിപ്പോ മാനേജറുടെയും കൂടി ഇനി ഇടിയുള്ള കുറവുള്ളൂ എനിക്ക്. ഇനി അയാളുടെ ഫോൺ ഞാൻ എടുക്കാതാകും. പിന്നെ അതിനല്ല, എനിക്ക് പൊതുവെ ഫോണ് ഇച്ചിരി മടിയാ. ആണോ? ഫോൺ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് പിന്നെ കുറേ ഇങ്ങനെ വാട്സപ്പ് മെസ്സേജും കുറേ മിസ് കോളൊക്കെ കാണുമ്പോൾ എനിക്ക് തലവേദന പോലെ തോന്നും. എനിക്ക് എന്തോ അസുഖം എന്തെങ്കിലും ആയിരിക്കും. അതെന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കി എന്തെങ്കിലും അസുഖമായിരിക്കും. ആണല്ലേ? ഓക്കെ. അപ്പൊ ഇനി അങ്ങനെ അധികം അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യിക്കണ്ട. അപ്പൊ തന്നെ നോക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. കുന്നുകൂടാതെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ തന്നെയായിരുന്നു പഠിക്കുമ്പോഴും. ആണോ? കുറെ കുന്നുകൂടി കഴിയുമ്പോഴത്തേനും പിന്നെ പഠിക്കാനില്ല പറഞ്ഞു, അന്ന് അതങ്ങ് പഠിക്കണ്ട. അയ്യോ, മനുഷ്യന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാൻ എന്തൊരു രസാണ്. അല്ല, സന്തോഷാണേലും എക്സ്ട്രീം ഇങ്ങനെ ഒരുപാട് സന്തോഷിക്കും, അതുപോലെയാണ് സങ്കടം വരുമ്പോഴും ഒരുപാട് വിഷമിക്കും. എല്ലാ ഇമോഷൻസും എക്സ്ട്രീം ലെവലില്. ദേഷ്യം വന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. എല്ലാ ഇമോഷൻസും എക്സ്ട്രീം ലെവലിലേക്കാണ് എപ്പോഴും, അല്ലേ? ഓക്കെ. എന്തായാലും മഞ്ജു വളരെ തുറന്ന മനസ്സോടെ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മഞ്ജുവായിട്ട് തന്നെ ഇനി ഞാനായിട്ട് മാത്രമായിരിക്കും നിങ്ങളിലേക്ക് കാണുന്നുണ്ടാവുക എന്നുള്ളൊരു മാറ്റത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ സ്വന്തമായിട്ട് തന്നെ ഇനി ഇതുപോലെ മുന്നോട്ട് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സെൽഫ് റെസ്പെക്റ്റ് ഒട്ടും കളയാണ്ട് മുന്നോട്ട് പോവാൻ മഞ്ജുവിന് സാധിക്കട്ടെ. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ പ്രോജക്റ്റും കാര്യങ്ങളും എല്ലാം സൂപ്പറായിട്ട് വരട്ടെ കേട്ടോ. താങ്ക് യു മഞ്ജു. താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് സ്നേഹം.